പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വയനാട് തുരങ്കപാത നിർമ്മാണം തുടരാൻ ഹൈക്കോടതിയുടെ അനുമതി. നിർമ്മാണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി സമർപ്പിച്ച ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളി. പാരിസ്ഥിതിക അനുമതിക്കായി വസ്തുതകൾ മറച്ചുവെച്ചെന്നാരോപിച്ചായിരുന്നു ഹർജി. പരിസ്ഥിതി ലോല മേഖലയിലൂടെ കടന്നുപോകുന്ന പാത മണ്ണിടിച്ചിലുണ്ടാക്കുമെന്ന സെന്റർ ഫോർ എർത്ത് സയൻസിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെയാണ് നിർമ്മാണമെന്ന് കൊങ്കൺ റെയിൽവേയും കിറ്റ്കോയും അറിയിച്ചത് കണക്കിലെടുത്താണ് ഹർജി തള്ളിയത്. വികസനത്തിന്റെ ഭാഗമാണ് വയനാട് തുരങ്കപാത നിർമ്മാണം അനിശ്ചിതത്വത്തിലായിരുന്നു. അത് തുടരാൻ ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചിരിക്കുന്നു. ഈ നിർമ്മാണത്തിന് സ്റ്റേ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയൊരു ഹർജിയാണിപ്പോൾ തള്ളിയിരിക്കുന്നത്. ആ ഹർജി നൽകിയത് വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയാണ് അത്തരത്തിലൊരു ഹർജി നൽകിയത്. ഈ നിർമ്മാണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആ ഹർജിയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. പാരിസ്ഥിതിക അനുമതിക്കായി വസ്തുതകൾ മറച്ചുവെച്ചു എന്നുള്ളൊരു ആരോപണം കൂടി ഉയർത്തിക്കാട്ടിയായിരുന്നു ആ ഹർജി നൽകിയിരുന്നത്. പരിസ്ഥിതി ലോല മേഖലയാണ്. അതിനെ സംബന്ധിച്ച് വയനാടിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. പരിസ്ഥിതി ലോല മേഖലയിലൂടെ കടന്നു പോകുന്ന പാത മണ്ണിടിച്ചിൽ ഉണ്ടാക്കുമെന്ന ഒരു റിപ്പോർട്ട് നേരത്തെ തന്നെയുണ്ട്. സെന്റർ ഫോർ എർത്ത് സയൻസിന്റെ റിപ്പോർട്ടാണ്. അത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ ഹർജി ഉണ്ടായിരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് അതിൽ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെയുള്ള ഒരു നിർമ്മാണമാണ് തങ്ങൾ നടത്തുന്നത് എന്ന് ഈ നിർമ്മാണ അധികൃതർ, അതായത് കൊങ്കൺ റെയിൽവേ ആണ്, കിറ്റ്കോയുമുണ്ട്, ഇവർ കൃത്യമായി അറിയിച്ചു. കോടതിയെ അറിയിച്ചു, ഹൈക്കോടതിയെ അറിയിച്ചു, ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചു. അത് അറിയിച്ചത് കണക്കിലെടുത്താണ് ഇപ്പോൾ നിലവിലെ ഈ നിർമ്മാണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയത്. വയനാട് തുരങ്കപാത നിർമ്മാണം തുടരാനായി ഹൈക്കോടതി അനുമതി ലഭിച്ചിരിക്കുകയാണ്.